പ്രധാനപ്പെട്ട മാനസിക രോഗങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത്. ലഘു മാനസിക പ്രശ്നങ്ങൾ, അത് ന്യൂറോസ് എന്ന് പറഞ്ഞു, ആദി, ഉത്കണ്ഠ, ഭയം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള മൈനർ ഡിപ്രഷനും ഉണ്ട്. പിന്നെ മേജർ ഡിപ്രഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ പറയാത്ത 1-2 കാര്യം കൂടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ വിഷാദം പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉന്മാദമാണ്. ഉന്മാദം എന്ന് പറഞ്ഞാൽ വിഷാദം വരുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കും. ഉന്മാദം വരുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും കൂടും. സംസാരം കൂടും, ഒരുക്കം കൂടും, സ്പെൻഡിങ് കൂടും, പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞാൻ ആരാ എന്നുള്ള ചിന്ത വരും, ആർക്കും വക വെക്കത്തില്ല, ഇങ്ങനെ നേരെ അങ്ങോട്ടങ്ങ് പോകും. അത് ഒത്തിരി കൂടെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് സഹിക്കാൻ പോലും കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത നിലയിലേക്ക് ആളുകൾ പോകും. കാരണം ആളൊരിക്കലും അതൊരു സ്വഭാവമാറ്റമൊന്നുമല്ല, മനസ്സിൻ്റെ മാറ്റം കൊണ്ടുണ്ടാകുന്നതാണ്. കാരണം വളരെ ശാന്തനായ ഒരാൾ, വളരെ പാവം പിടിച്ച ഒരാൾ, അധികം സംസാരിക്കാത്ത ആൾ ചിലപ്പോൾ ആ സമയത്ത് അമിതമായി സംസാരിക്കുകയും അമിതമായി ഭയങ്കര സ്പീഡ് നടക്കുകയും സ്പീഡിൽ സംസാരിക്കുകയും ഒരുങ്ങുകയും എന്ന് പറഞ്ഞാൽ പതിവ് ഒറ്റയടിക്ക് തന്നെ ഒരാൾക്ക് കണ്ടാൽ എന്ത് ചെയ്യും, ഇയാൾക്ക് എന്തോ പറ്റി, ഇയാളിങ്ങനെ പെരുമാറുന്നതല്ലല്ലോ എന്ന് തോന്നത്തക്കവണ്ണം എല്ലാ പ്രവർത്തനവും കൂടുക. അപ്പം വിഷാദം വരുമ്പോൾ എല്ലാ പ്രവർത്തനവും മൂടും. ഇപ്പം മൂഡ് ഡിസോർഡറിനകത്ത് ഉള്ള ഒന്ന് വിഷാദമാണ്, മറ്റേത് ഉന്മാദമാണ്. ചിലർക്ക് ഇത് രണ്ടും കൂടെ വരും. അതിനെയാണ് ബൈപ്പോളർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡൗണും ആകും, ഇടയ്ക്കിടയ്ക്ക് അപ്പും ആകും. ചിലർക്ക് അത് സീസണലായിട്ട് തന്നെ ഒരു വർഷത്തിൽ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും, ഡിസംബറും ഒരു ജൂണും ഒക്കെ ആകുമ്പോൾ ചിലർക്ക് തന്നെ മൂഡ് മാറും. അങ്ങനെ ആ കാലാവസ്ഥ ചൂടും തണുപ്പും ഒക്കെ വരുന്ന സമയത്ത് ചെറുക്കാല ഇത് ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകും. ഈ ചെറിയ വേരിയേഷൻ അല്ല ഈ പറയുന്നത്. കാലാവസ്ഥയും കുറച്ച് സീസണൽ മൂഡ് ഡിസോർഡർ ഉണ്ട്. അത് ആ സമയത്താണ് മിക്കവാറും ഞങ്ങൾക്ക് നവംബറൊക്കെ ആകുമ്പോൾ ക്ലൈൻസ് കൂടും. അതുപോലെ തന്നെ ഒരു മാർച്ച്, ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ആ വലിയ ചൂടൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം ആ വ്യത്യാസം വരാം. കുറച്ചേറെ ആളുകൾ ആ സമയത്ത് രോഗികളെന്ന് കാണാറുണ്ട്. സീസണൽ മൂഡ് ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഇതൊന്നും വേണമെന്നില്ല മൂഡ് ഡിസോർഡർ വരാൻ. എന്നാൽ ചിലർക്ക് ഏതെങ്കിലും ഈ മൂഡ് ഡിസോർഡർ സാധ്യതയുള്ള ഒരാൾ വല്ലാത്തൊരു വിഷമത്തിൽ കൂടെ കടന്നു പോയാൽ ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടാകും. വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് പോയി വല്ല കരിസ്മാറ്റിക് ഇതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ പോവുക, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പോവുക, ഉത്സവത്തിന് പോവുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിനോട് ചേർന്ന് ആ ബഹളവും ഇളക്കവും ഒക്കെ വരുമ്പോൾ ഇവരുടെ മനസ്സും ചിലപ്പോൾ അങ്ങ് ഇളകിപ്പോയിട്ട് പിന്നെ അതങ്ങ് മുന്നോട്ട് പോകും. അപ്പം രണ്ടും ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്തുണ്ടാകുന്ന 1 മണിക്കൂറത്തെ 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഈ പറയുന്നത്. അവർക്ക് അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം ചില ആഴ്ചകളോളം മാസങ്ങളോളം ആ മൂഡ് വ്യത്യാസം വരും. അപ്പം മൂഡ് എന്ന് പറയുന്നത് ഒരു 2 to 3 വീക്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അഫക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ ഷോർട്ട് ടൈം ഇമോഷൻസിന് ചേഞ്ചിനെയാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. മൂഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പെർസിസ്റ്റിംഗ് ആയിട്ട് ലോങ് ടൈം ആയിട്ട് നിൽക്കുന്ന മൂഡ് ചേഞ്ചിനെയാണ് മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയത്തില്ല എന്തിനാ അവർ ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറുന്നതെന്ന് അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ പ്രവർത്തനങ്ങൾ കുറയുന്നു, അല്ലെങ്കിൽ പ്രവർത്തനം കൂടുന്നു. ചിലർക്ക് ഇത് രണ്ടും സൈക്ലിക്കായിട്ടുണ്ടാകുന്നു. എന്നാൽ ഈ പ്രാവശ്യം വിഷാദമായിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഉന്മാദമായിരിക്കും. അതാണ് ഇങ്ങനെ സൈക്കിളിലേക്ക് ഇത്തര അടിക്കുന്ന പോലെ മാറും. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനിടയ്ക്ക് അവർ പെർഫെക്റ്റ്ലി നോർമലായിരിക്കും. പക്ഷെ ഇരിക്കുന്ന ഇരിപ്പിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വരുക. അത് മാറുന്ന ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അപ്പോഴേ അതങ്ങ് എന്ത് ചെയ്യണം, ഇത് ചിലപ്പോൾ 1-2 ആഴ്ച നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത് വലിയ വയലൻറ്റും പിന്നെ പിടിച്ചു കിട്ടിയൊക്കെ കൊണ്ടുപോകേണ്ട സ്ഥിതി വരുന്നത്. അതേസമയം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അത് കണ്ടെത്തിയാൽ, പെട്ടെന്ന് ഡോക്ടറെ കണ്ടാൽ തന്നെ അത് പെട്ടെന്ന് അങ്ങ് അറസ്റ്റ് ചെയ്യും. മനസ്സിലായി? ആ സമയത്ത് ചിലപ്പോൾ തിരിച്ചറിയത്തില്ല. അപ്പോൾ ചിലപ്പം പോലീസ് തന്നെ വരെ പോയി അടിച്ചെന്നിരിക്കും. ആര് എതിർത്തി എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ വയലൻ്റ് ഒന്നും ഉള്ള ആളുകളല്ല. പക്ഷെ ആ സമയത്ത് അവർ എന്തും ചെയ്യും. വരാളിയെ നോക്കത്തില്ല, റിസ്ക് നോക്കത്തില്ല, എവിടെയാണെന്ന് ചിലപ്പോൾ അറിഞ്ഞ് പെരുമാറത്തില്ല. ഇതെല്ലാം അവരിൽ നിന്ന് കയ്യിൽ നിന്ന് വന്നു. ഡിപ്രഷൻ ആൻഡ് ഓപ്പോസിറ്റാണ് ഉന്മാദം. ഡിപ്രഷൻ ഉള്ളവർക്ക് എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കുകയാണ്, അല്ലേ? കുറയുക, സംസാരം കുറഞ്ഞു. കുറച്ച് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാം ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഒരു ഹിസ്റ്ററി ഇല്ലാത്തവർക്കും ഉണ്ടാകാറുണ്ട്. ജനറ്റിക്കലി ഉണ്ടെങ്കിൽ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് 2 പേർക്ക് 2 വഴിയിലും ഉണ്ടെങ്കിൽ, ഹസ്ബൻഡും വൈഫിൻ്റെയും വഴിയിലുണ്ടെങ്കിൽ ചാൻസസ് ഓഫ്
കമ്മിങ് കൂടുതലാണ്. ഹിസ്റ്ററി ഇല്ലാത്തവർക്കും വരെ അല്ല, അത് മനസ്സിൻ്റെ അല്ലാതെ ഉള്ള ചേഞ്ച് കൊണ്ടും ഉണ്ടാകാം. എല്ലാവർക്കും ഒട്ടും ഹിസ്റ്ററി ഇല്ലാത്ത പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഹിസ്റ്ററി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഹിസ്റ്ററി ഉള്ളവർക്കും എല്ലാം മരണമൊന്നുമില്ല. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മക്കൾക്ക് ചിലപ്പോൾ ഇല്ലാത്തവരുണ്ട്. പിന്നെ അപ്പോൾ ഇതൊന്ന് എന്താ പറഞ്ഞാൽ ജീനിൻ്റെ വയറിങ് എല്ലാം ഒരുപോലെ അല്ല. രണ്ടിടത്തെ ഇൻപുട്ട് അനുസരിച്ച് ആ ജീൻ വന്ന് കയറിയെങ്കിലേ ഉള്ളൂ. തന്നെയല്ല ഇപ്പം നമ്മളിൽ എല്ലാവരും ക്യാൻസർ സാധ്യതയുണ്ട്. ക്യാൻസർ സെൽ നമുക്കെല്ലാം ഉണ്ട്. ഇത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഇങ്ങനെയുള്ള ആൾക്കാർ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകുന്നതാണ്. അത് ശരിയാണ് അല്ലേ? മെന്റൽ ഹെൽത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യും. മെന്റൽ ഹെൽത്ത് അല്ല എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്തോ ഫിസിക്കൽ ഹെൽത്തോ ഇംപ്രൂവ് ചെയ്യുന്ന ഏത് കാര്യങ്ങളും കുറച്ച് തടയിടാൻ സഹായിക്കും. അറിയാം. തന്നെയല്ല, ചിലപ്പം ചിലർ ഡോക്ടർമാർ പറയും ചിലപ്പോൾ മരുന്നിനേക്കാളും ചിലപ്പോൾ 2 പൊട്ടിയിൽ പൊട്ടിച്ചാൽ ചിലപ്പോൾ അവിടെ ഫലം കിട്ടിയെന്നിരിക്കും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അപ്പോൾ ഒന്ന് കാരണം ആരെങ്കിലും ഒന്ന് വകവെക്കാനോ പേടിക്കാനോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരാർക്കും വകവെക്കത്തില്ല. ചിലപ്പം ചില 2 പൊട്ടിയിലോ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒതുങ്ങും. പക്ഷെ അത് ഏതോ അപകടത്തിലേക്കും പോകാം. കാരണം അവർ ആ സമയത്ത് എന്തും ചെയ്യാം. കാരണം ഈവൻ ആ സ്റ്റേജിൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ക്രിമിനൽ പോലും കുറ്റമല്ല. എപ്പിലെപ്സി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വേവ്സിനകത്തുണ്ടാകുന്ന ഒരു വേരിയേഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകും. എൻ്റെ ഒരു ഡിഫറെൻറ്റ് കാര്യം. അതൊരു ഒരു ന്യൂറോളജിക്കൽ ഇഷ്യൂ. ഈ മൂഡ് ഡിസോർഡർ ഉള്ളവർക്കുള്ള പ്രശ്നം ഡിപ്രഷൻ ഉള്ളപ്പം കൊടുക്കുന്ന മരുന്ന് എന്തിനാ? ആൻറ്റി ഡിപ്രസൻ്റാണ് എന്ന് പറഞ്ഞാൽ 2 കൂടെ കൊടുക്കും. മൂഡ് സ്റ്റെബിലൈസറും കൊടുക്കും, ആൻറ്റി ഡിപ്രസൻറ്റും കൂടെ കൊടുക്കും. പക്ഷേ ഈ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുമ്പോൾ ചിലർക്ക് ഈ മൂഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ ആയിരിക്കുന്ന മുന്നേ അപ്പാക്കാനുള്ള മരുന്നാണ്. ഈ അപ്പായി ചിലർ നേരെ ഓപ്പോസിറ്റിലോട്ട് അങ്ങ് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഗുളിക കഴിച്ചിട്ട് രോഗം വന്നെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ആ ചേഞ്ച് വരുന്ന ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അത് നിർത്തണം. ഗുളിക കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നേരെ ഓപ്പോസിറ്റ് മരുന്നാണ് കഴിക്കേണ്ടത്. അപ്പിൽ വരുമ്പോൾ ഡൗൺ ആക്കാനുള്ള മരുന്നും ഡൗൺ വരുമ്പോൾ അപ്പാക്കാനുള്ള മരുന്നും കഴിക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് ഏത് മൂഡിലാണെന്ന് കൃത്യമായി ഡോക്ടർക്ക് അറിയണം. ചിലരുടെ പഴയ കാലത്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് പോയി വാങ്ങിച്ചോട്ടാൻ കൊടുത്തുകൊണ്ടിരിക്കും. ഡോക്ടർ ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ ചിലപ്പം ഡിപ്രഷൻ വന്നപ്പോൾ കൊടുത്തത് ആൻറ്റി ഡിപ്രസൻ്റാണ്. അത് ഈ മാനിക്ക് വരുമ്പോഴും കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇരട്ടിയാവും. മരുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പാക്കാനുള്ള മരുന്ന് ഒന്നാമതേ അപ്പായിട്ട് പോകുന്ന ആളിന് അപ്പാക്കാനുള്ള മരുന്നൂടെ കൊടുത്താൽ എന്ത് ചെയ്യും? ആടെ കയ്യിലൊക്കെ നിൽക്കത്തില്ല. അപ്പോൾ അത് മരുന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാ മരുന്നെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2 തരത്തിലുള്ള മരുന്നും 2 വശത്തേക്കും മാറാതിരിക്കാനുള്ള മരുന്നുമുണ്ട്, അപ്പാക്കാനുള്ള മരുന്നുമുണ്ട്, ഡൗൺ ആക്കാനുള്ള മരുന്നുമുണ്ട്. അപ്പം ഉന്മാദത്തിൽ പോയ ഒരാൾക്ക് ഡൗൺ ആക്കാൻ അയാൾ ബഹളമാണ്. അപ്പോൾ ഒതുക്കാനുള്ള മരുന്നല്ലേ കഴിക്കുന്നത്. ഒതുക്കുന്ന മരുന്ന് കഴിച്ചാൽ ഡിപ്രഷനിലേക്ക് പോയി അവിടെ നിർത്തണം. ഡിപ്രഷൻ കഴിഞ്ഞിട്ട് പിന്നെ ആ മരുന്ന് കഴിക്കരുത്. നെടുക്ക് നിൽക്കാൻ ആ മരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് എപ്പോഴും ഒരു പേഴ്സണൽ ഡോക്ടർ ഉണ്ടായിരിക്കുക. അത് കാരണം ഒരു പേഴ്സണൽ ഡോക്ടർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പം ഗുളികകളുണ്ടെങ്കിൽ തന്നെ ഇപ്പം BP ക്ക് വിട്ടിരിക്കുന്ന പലരും പല ഗുളിക കഴിക്കുന്നത്. നമ്മളെല്ലാം ഗുളിക BP ക്ക് കഴിക്കുന്നുണ്ട്, ഡയബറ്റിക്കിന് പല ഗുളിക കഴിക്കുന്നത്. ഇതുപോലെ ഡിപ്രഷൻ തന്നെ പല ഗുളികകളുണ്ട്, പല ഡോസുണ്ട്. അപ്പോൾ ഈ ആൾക്കുള്ളത് എന്താണെന്ന് ഒരു ഡോക്ടർ കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അയാളെ മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ബോഡി കൂടെ പറഞ്ഞാൽ പോലും ഡോക്ടർക്ക് മാനേജ് ചെയ്യും. കാരണം ഇന്നാരാണ് അയാൾ ഇന്നതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നത് കഴിച്ചപ്പോൾ റിസൾട്ട് കിട്ടി. ഇവിടെ നമ്മുടെ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ പനി ചികിത്സിച്ച് മാറിയത് കൊണ്ട് നാളെ പനി വരുമെന്നും വരത്തില്ലെന്നും ഗ്യാരണ്ടിയില്ല. വരുമെന്നും ഗ്യാരണ്ടിയില്ല, വരത്തില്ലെന്നും ഗ്യാരണ്ടിയില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും, ഈ ഡോക്ടറെ ചികിത്സിച്ച കുഴപ്പമെന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറെ കൊണ്ട് പോകും. അപ്പം പുള്ളിക്ക് ഇതിൻ്റെ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ട് വീണ്ടും തുടങ്ങും, പരീക്ഷണം തുടങ്ങും ഈ ഗുളികയാണെന്ന്. അപ്പം ഇത് കണ്ടുപിടിക്കുന്നതിന് കുറച്ച് ആഴ്ച കൂടി പിടിക്കും. അപ്പോഴത്തേക്ക് അത്രയും ദിവസം അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് മൂഡ് ഡിസോർഡർ ഉള്ളവർ എപ്പോഴും ഏത് സൈക്കാട്രിക് ക്ലയൻസും ഒരു കോൺസ്റ്റന്റ് ഡോക്ടർ നമുക്ക് കംഫർട്ടബിളായോ അദ്ദേഹവുമായിട്ട് കംഫർട്ട് ആയി കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. സോ ദാറ്റ് ഇദ്ദേഹത്തിൻ്റെ മരുന്ന് എത്രയാണെന്നറിയാം, എത്ര കഴിച്ചാൽ ഇയാൾക്ക് ഫലം കിട്ടുമെന്നും പുള്ളിക്ക് കാണാപ്പാടെ അറിയാം. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പുതിയ ഒരാൾ പോയി തുടങ്ങി കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് അത്രയും ദിവസം അങ്ങ് പോകും. അപ്പോഴത്തേക്ക് ഈ പരിപാടികളെല്ലാം ആളുകൾ കാണുകയും നാണക്കേടുണ്ടാകുകയും ചെയ്യും. മനസ്സിലായി? ഒന്ന് നമുക്ക് ഇതിനുള്ള മനോഭാവം മാറണം. നമുക്ക് ആർക്ക് വേണമെങ്കിൽ, എനിക്ക് ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിൽ ഏത് സമയത്തും വരാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും അങ്ങനെയുള്ളവരോട് സോഫ്റ്റായിട്ട് ഇടപെടുകയും പിന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുകയും വേണം. അത് ഏറ്റവും ഡിലേ ആക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടുപോയി കാണിക്കാതെ പൊതിഞ്ഞ് വെച്ച്
പിന്നെ അത് വഷളാകുമ്പോഴാണ് കൊണ്ടുവന്നത്. ഇതാണ് പലപ്പോഴും സംഗതി വഷളാകാൻ കാരണം. അത് ഏർലി തന്നെ ഒരാൾ ഇത്തരം ബിഹേവിയേഴ്സ് കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ അത് പരിഹരിക്കാൻ പോയാൽ അത് ആരും അറിയാതെ തന്നെ ചികിത്സിക്കുന്ന മന്ത്രിമാരുണ്ട്, കളക്ടർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇവരെല്ലാം ഈ രോഗമായിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? അവരൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഡോക്ടറെ അറിയാം, അവർ പോയി കഴിക്കും. ഇതുകൊണ്ട് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ അത് മിസ്മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും. അല്ല, അവർക്കല്ല അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ അത്തരം സമയത്ത് ഫാമിലിക്കാണ് ആദ്യം ഓറിയൻറ്റ് ചെയ്യുന്നത്. കാരണം രോഗമായിരിക്കുന്ന ആളിനോട് വയറിളമാക്കുന്ന ആളിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നമ്മുടെ നാട്ടിൽ ഫാമിലീസ് എന്ത് ചെയ്യുന്നു, ഇതിപ്പം പൊതുവെ നമ്മുടെ സമൂഹങ്ങൾ ഇപ്പോഴും അതൊരു ഇത് വേണ്ട പ്രോപ്പർ ഹെൽപ്പ് വേണ്ടതല്ലെന്ന് ചിന്തിച്ച് വെച്ചുകൊണ്ടിരുന്ന് പിന്നെ കൈവിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പോകുന്നത്. അപ്പോഴത്തേക്ക് ഇവർ കാണിക്കുന്ന ബിഹേവിയേഴ്സൊക്കെ പബ്ലിക് അറിഞ്ഞു പിന്നെ അവർ തിരിച്ച് സമൂഹത്തിൽ വരുമ്പം അവർക്ക് അതിൻ്റേതായ ഷെയിം വരും. അതേസമയം ഇത് ആരും അറിയാതെ മാനേജ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അവർക്കും പ്രശ്നമില്ല, കുറച്ച് മരുന്നും കൊടുത്താൽ മതി. പലപ്പോഴും അഡ്മിഷൻ പോലും ആവശ്യമില്ല. ഈ വഷളാകുന്ന സ്റ്റേജിൽ മാത്രം വീട്ടിൽ നിയന്ത്രിക്കാൻ വയ്യാത്ത സമയത്താണ് അഡ്മിഷൻ വേണ്ടി വരുന്നത്. ഇത് വളരെ ചെറിയ ലെവലിൽ മാനേജ് ചെയ്തിരുന്ന ഒരു അഡ്മിഷനും വേണ്ട, മറ്റൊരു ഡോക്ടറെ കാണുന്ന പോലെ ഒരു ഗുളിക മാറ്റി വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം. അപ്പം ഈ ഒരു അവബോധം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത മരുന്നും കഴിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രിസ്ക്രിപ്ഷൻ മാറ്റണം. ഇപ്പം കിട്ടത്തില്ല മെഡിസിൻ, അത് വാങ്ങിച്ചുകൊണ്ട് 5-6 വർഷം അതേ ഡോസും കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗമായപ്പം കഠിനമായ ഉള്ളപ്പം കൊടുത്ത് ഇപ്പം 150 BP ഉള്ളപ്പം കൊടുത്ത മരുന്ന് BP അങ്ങ് 120 പിന്നെ അത് കഴിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് നമ്മൾ ഈ ഹൈ അവസ്ഥയിൽ കൊടുത്ത മരുന്നും കെടുത്തിട്ട് ചിലപ്പോൾ ഈ ആൾ പിന്നെ ഇത് കൊടുക്കുമ്പോഴത്തേ അവിടെ കുറുങ്ങിയിരിക്കും. ആ മരുന്ന് അപ്പോൾ ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ സെൽഫ് പ്രിസ്ക്രിപ്ഷനും സെൽഫ് മെഡിക്കേഷനും കൊണ്ട് പോകുന്നതാണ് പലപ്പോഴും കുഴപ്പം. ശരിയല്ലേ? ഇതുകൊണ്ട് പ്രോപ്പർ മാനേജ്മെൻറ്റ് ചെയ്താൽ വളരെ മിക്കവർക്കും ഒരു 90% പേർക്കും തിരിച്ച് ലൈഫിൽ വന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാം. പക്ഷെ അത് മിസ്മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡയബറ്റിക് ആയിട്ട് കാല് മുറിക്കുന്നവരും കിഡ്നി പോകുന്നവരും എല്ലാം ഉണ്ട്. അതേസമയം വളരെ സുഖമായിട്ട് 95 വയസ്സ് വരെ ജീവിക്കുന്നവരും ഉണ്ട്. 2 പേർക്ക് ഒരേ ഡയബറ്റിക്കാണ്. പക്ഷേ ചിലരത് കുളമാക്കും, ചിലത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഈ രോഗവും. റൈറ്റ്ലി മാനേജ് ചെയ്താൽ നമുക്ക് വയറ്റിൽ നല്ലപോലെ ഇവർക്ക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ സോഷ്യൽ സ്റ്റിഗ്മയോ അവരെ വേർതിരിച്ച് കാണുന്നതോ ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിലുണ്ടാകേണ്ട മാറ്റങ്ങൾ. മറ്റേത് രോഗം വരുന്നതല്ല. ഇപ്പോൾ ഒരാൾക്ക് BP മാറുന്ന പോലെ ഈയുടെ മൂടാണ് മാറുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതിനും ഒരു ഗുളിക കൊടുക്കുന്നു, ഇതിനും ഒരു ഗുളിക കൊടുക്കുന്നു. ഇത്ര കഴിയുമ്പോൾ BP ശരിയാവും, ഈയുടെ മൂട് ശരിയാവും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും സിമ്പിളായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി പ്രശ്നമാണ്. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് രോഗമോ ക്യാൻസറോ അതുപോലുള്ള മേജർ പല ഫിസിക്കൽ ഡിസീസിനേക്കാളും സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിയല്ലേ? പക്ഷേ അത് നമ്മൾ സ്റ്റിഗ്മ കൊണ്ട് വേണ്ട വിധത്തിൽ കാണിക്കാത്തതുകൊണ്ടും ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടും പലപ്പോഴും അത് കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. അല്ലേ? ഇപ്പം ഡയബറ്റിക് ജനറ്റിക്കലി വരുന്നില്ലേ, BP വരത്തില്ലേ, കൊളസ്ട്രോൾ വരുന്നില്ലേ, ഹാർട്ട് പേഷ്യൻസ് ഇപ്പം പലയിടത്തും ജനറ്റിക്കലി വരുന്നില്ലേ. അപ്പം ഇങ്ങനെ ഇതെല്ലാം പോലെ വേറെ രോഗമൊന്നേ ഉള്ളൂ. അതൊക്കെ വരാമെങ്കിൽ അത് ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആകുന്നതിനേക്കാൾ എത്രയോ ലെസ് റിസ്കിൽ ട്രീറ്റ് ചെയ്യാവുന്നതൊക്കെ പ്രശ്നം. മറ്റേ ആൾ 40 വയസ്സ് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ലെസ് എക്സ്പെൻസീവാണ്, ലെസ് മാനേജ്മെൻറ്റുമാണ്. പക്ഷെ അത് റൈറ്റ്ലി മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ രോഗത്തുള്ള നമ്മുടെ ആ പ്രത്യേകിച്ചുള്ള ഒരു മനോഭാവം മാറിയിട്ട് മറ്റേത് രോഗം പോലെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് അവർക്കും പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ നമ്മൾ ഈ സിവിയർ സിംറ്റം ഉള്ളതാണ് ഏറ്റവും നല്ല റിക്കവറി സാധ്യത. ഈ ചിലർ കൊച്ചിലെ തൊട്ട് ചത്തറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യത്തൂല, മടിച്ചാൻ അങ്ങനെ രോഗവും വയ്യാഴികയും രോഗമ എന്നും ഡോക്ടർഷിപ്പ് അവർക്കാണ് സൗഖ്യം വരാൻ കുറച്ചുകൂടെ താമസം. കാരണം ഇതൊരു ക്രോണിക് സ്റ്റേജാണ്. അതേസമയം നിൽക്കുന്ന നിപ്പിൽ ഒരാൾ വയലൻ്റായ 3 ആഴ്ചയ്ക്കാവേക്ക് തിരിച്ച് ജോലിക്കാവാം. ഒരു പ്രയാസമില്ല. 3 ആഴ്ച കൊണ്ടൊക്കെ തിരിച്ച് 1 മാസം കൊണ്ട് തിരിച്ച് ജോലിക്ക് കയറാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയ്ക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാം. അപ്പോൾ ഓൺസെറ്റ് ഇതാണെങ്കിൽ ക്ലാസിക്കൽ സിംറ്റംസ് സ്ട്രോങ് ആണെങ്കിൽ റിക്കവറിയും വളരെ എളുപ്പമായിരിക്കും. 100% റിസൾട്ട് കിട്ടും. ഈ അല്ലാത്ത പരുവത്തിൽ ഒരു പരുവത്തിൽ പോകുന്നതാണ് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. മനസ്സിലായി? അപ്പം ക്ലാസിക് സിംറ്റം ഉള്ളതിന് പ്രശ്നങ്ങളേ ഇല്ല, പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് പ്രോപ്പർ ഹെൽപ്പ് കൊടുത്താൽ മതി.
അപ്പം ഉന്മാദം. പിന്നെ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ശാരീരിക രോഗത്തിൽ ക്യാൻസർ പോലെ തന്നെ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയനെ ഓർഗാനിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ തലയിൽ ട്യൂമറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഓർഗാനിക് റീസൺ കൊണ്ട് തല ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലയിലെ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാലൊക്കെ എന്തുണ്ടാകാം, സൈക്കാട്രിക് പേഷ്യൻസ് കാണിക്കുന്ന പോലുള്ള ബിഹേവിയർ ചേഞ്ച് കാണിക്കും. അത് ഓർഗാനിക് സൈക്കോസിസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തലച്ചോർക്ക് ഓർഗാനിക് കാരണം കൊണ്ട് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ക്ഷതം കൊണ്ടുണ്ടാകും. ഇതുപോലെ തന്നെ ഇപ്പം ചിലർക്ക് സോഡിയം കുറഞ്ഞ അവസ്ഥയുണ്ടാകും. സോഡിയം കുറഞ്ഞ ഒരാൾ ചിലപ്പോൾ അബ്നോർമലായിട്ട് പെട്ടെന്ന് പെരുമാറിയെന്നിരിക്കും. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള പല ശാരീരിക രോഗങ്ങൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് സൈക്കോളജിക്കൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് ഓർഗാനിക് ആണോ അല്ലയോ എന്നൊക്കെ. ഇപ്പം സാധാരണ സൈക്കാട്രിക് ഡിസീസ് ഒന്നും യാതൊരു സ്കാൻ റിപ്പോർട്ടിലും അറിയത്തില്ല, അതിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം അതിന് ആവശ്യവുമില്ല. പക്ഷേ ഓർഗാനിക് റീസൺ ആണോ എന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാനാണ് ചിലപ്പോൾ സ്കാനൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. കാരണം ചിലർ ഒരു കുഴപ്പമില്ലായിരുന്നാലും ഹിസ്റ്ററിയും ഇല്ല, 40-60 വയസ്സിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ. ഇപ്പോൾ 20 വയസ്സ് വരുന്ന ഒരാൾക്ക് കൂടുതലും അത് സൈക്കാട്രിക് ലെവലാണ്. അതേസമയം ഒരു അസുഖവും ഇല്ലാതെ 60-65 വയസ്സ് വരെ ആൾ പെട്ടെന്ന് ബിഹേവിയർ ചേഞ്ച് കാണിച്ചാൽ അത് കൂടുതൽ ഓർഗാനിക് ആകാനാണ് സാധ്യത. കാരണം അങ്ങനെ അത്രയും വർഷം ഹിസ്റ്ററി ഇല്ല. അപ്പോൾ ആ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ സീനിയർ സിറ്റിസൺ ആയപ്പോൾ പെട്ടെന്ന് അസുഖം വന്നാൽ ഓർഗാനിക് ആയിരിക്കും. മിക്കവാറും സൈക്കോളജിക്കൽ ആകാനല്ല, കൂടുതൽ ഓർഗാനിക് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഇതുപോലുള്ള ഫാക്ടേഴ്സ് കൂടെ എന്ത് ചെയ്യും, സോഡിയം കുറഞ്ഞിട്ടുണ്ടോ, പൊട്ടാസ്യം മാറിയിട്ടുണ്ടോ, ഓർഗാനിക്കായിട്ട് തലച്ചോറിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഡോക്ടർമാർ പരിശോധിക്കും. കാരണം അത് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. മാനസിക രോഗി അങ്ങനെ ആക്കാൻ പറ്റില്ല. മാനസിക രോഗത്തിന് എവിടെയെങ്കിലും സൈക്കാട്രിസ്റ്റ് ചികിത്സിച്ച ഹിസ്റ്ററി വേണമല്ലോ. അല്ല ചുമ്മാ ഇവർ മാനസിക രോഗമാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്തായാലും കോടതി ചെല്ലുമ്പോൾ അതിന് പ്രൂഫ് വേണം. പ്രൂഫ് ഉള്ളവരാണെങ്കിൽ അവർക്കൊരു ഹിസ്റ്ററി ഉണ്ട്. തന്നെയല്ല, ഒരാൾക്ക് സൈക്കാട്രിക് ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ആ സമയത്ത് അയാൾ ചെയ്യുന്ന സമയത്ത് അയാൾ അബ്നോർമൽ ആണോ എന്ന് തെളിയിക്കണം. അല്ലാതെ കാണുമ്പോൾ മെഡിക്കൽ ഇതെടുക്കുമല്ലോ, എടുക്കുമ്പോൾ ആൾ അബ്നോർമൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് കാര്യം. അല്ലാതെ അയാൾ 15 വർഷം മുമ്പേ ഒരു ഡിപ്രഷൻ വന്നിട്ടുണ്ട്, ഉന്മാദം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉന്മാദം ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കരിസ്മ ചിലപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നൊരു ബഹളം വെച്ചാൽ മതി, അമ്പലം വെച്ച് ചിലപ്പോൾ ആള് ആ സമയത്ത് ഉന്മാദത്തിലേക്ക് പോകും. ഇവിടെ ഒരാൾ അതുപോലെ തന്നെ ചിലരെ ഈ പെരുന്നാളിനൊക്കെ പോയി, അല്ലെങ്കിൽ ഇവരെ ഹിന്ദുക്കളുടെ ഇതൊക്കെ ഉണ്ടല്ലോ വലിയ ബഹളം വെക്കുന്നത്, വലിയ ഇളക്കപ്പരുവത്തിന് പോയാൽ ഇവർക്ക് ആ ഒരു മൂഡ് ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇളകുന്നു വരും. എപ്പോഴും പറഞ്ഞോന്നില്ല ആ സമയത്ത്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് ഇത്തരം സ്ട്രോക്കുകൾ പെട്ടെന്ന് അതുകൊണ്ടുണ്ടായതല്ല, ആ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട്. അല്ലാതെ മറ്റൊരു നോർമൽ പേഴ്സൺ അവിടെ പോയി അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് അതൊന്നും ഉണ്ടാകത്തില്ല. അതേസമയം സൈക്കാട്രിക് ഹിസ്റ്ററി ഉള്ള ഒരാൾ, പ്രത്യേകിച്ച് മൂഡ് ഡിസോർഡർ ഉള്ള ഒരാൾ, ഈ വല്ലാത്ത ഷോക്കിംഗ് അനുഭവങ്ങളോ എന്ന് പറഞ്ഞാൽ തൂങ്ങിച്ച് കണ്ടു അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഷോക്കിംഗ് സാധനം കണ്ടാൽ ചിലപ്പോൾ ഈ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് മൂഡ് തെറ്റായി. എല്ലാവർക്കും അല്ല, ചിലർക്ക് വന്നേക്കാം. എപ്പിലെപ്സി ഉള്ളവർക്ക് വെള്ളവും തീയും കാണുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. ആ സമയത്ത് അവരിപ്പോൾ വെള്ളത്തിലാണെങ്കിലും തീയുടെ അവിടെ ആണെങ്കിലും അവർ വീഴും. അവർക്കത് സ്ഥലം തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെള്ളത്തിനടുക്കെ പോകുന്നത്. അതിനല്ല വെള്ളവും തീയും കയറുമ്പോൾ രോഗമൊന്നും ഇളകത്തില്ല. പക്ഷെ രോഗസാധ്യതയുള്ളവർ ആ സമയത്ത് ഒരു എപ്പിലെപ്റ്റിക് അറ്റാക്ക് വന്നാൽ വെള്ളമാണോ തീയാണോ എന്ന് മനസ്സിലാക്കാതെ അതിനകത്ത് വീട് പോകും. ഇതാണ് അത്. പക്ഷെ പഴയ ആൾക്കാർ നേരെ തിരിച്ച് വെള്ളവും തീയും കാണുമ്പോൾ അസുഖം വരുന്ന, വെള്ളവും അസുഖമൊന്നും വരത്തില്ല. അസുഖം ആർക്ക് ഏത് സമയത്ത്, എപ്പിലെപ്റ്റിക്കായ ഒരാൾ ഏത് സമയത്തും മയക്കം വരാം. ആ സമയത്ത് അയാളുടെ ഒരു അപകടാവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തോട്ട് അങ്ങ് വീഴും. അതേ ഉള്ളൂ. അതുകൊണ്ട് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വണ്ടി കൺട്രോൾ ചെയ്ത് അങ്ങ് പോകും. പിന്നെ അത് ഡോക്ടർ ബെസ്റ്റ് പേഴ്സൺ അഭിനയമാണോ അല്ലാത്തതാണോ തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതൊരു ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നടക്കത്തില്ല. അല്ല, ബ്ലഡ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ അറിയാം. മറ്റേലും സൈക്കോട്രോപിക് ഡ്രഗ്സ് ആണെങ്കിലും കിട്ടും, മദ്യമാണെങ്കിലും കിട്ടും. അത് എല്ലാ മാനസിക പ്രശ്നങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് സൈൻ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിനകത്ത് വ്യത്യാസം. ഒന്നീ ഉറക്കം കൂടും അല്ലെങ്കിൽ ഉറക്കം കുറയും. ഇതാണ് മൂഡ് ഡിസോർഡറിലെ രണ്ടാമത്. മൂഡിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു താളമുണ്ട്, ഇല്ലയോ? എന്നെ അറിയാവുന്ന ഒരു ഇച്ചിരി സ്പീഡ് ഓടുവാണെങ്കിൽ സാർ എന്താ ഇച്ചിരി സ്പീഡിൽ പോകുന്നതെന്ന് അറിയാം. എൻ്റെ സ്പീഡല്ലത്. ഞാൻ ഇച്ചിരി സ്ലോ ആണെങ്കിൽ ഇന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കും. കാരണം എന്നെ അറിയാവുന്നവർക്കെല്ലാം എൻ്റെ സ്പീഡ് അറിയാം.
ഇപ്പം ഞാൻ കൈവീശുന്നതിനും നടക്കുന്നതിനും ഒക്കെ നോർമൽ സ്പീഡുണ്ട്. അല്ലെങ്കിൽ ഒരു ബസ് പിടിക്കാൻ ഓടിപ്പോകും, ബസ്സിൽ കയറുമ്പോൾ ഞാൻ നോർമലാവും അല്ലേ. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇരുന്ന് വേളം വെക്കും, ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ നമ്മൾ നോർമലാവും. ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ കാര്യം അവിടെ വെച്ച് ഒന്ന് ഒതുങ്ങും, പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോർമലാവും. അതാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഇതല്ല. അത്തരം ഒരു ചിലപ്പോൾ ഒന്നുമില്ലാതെയോ ചിലപ്പോൾ അത്തരം ഒരു സംഭവത്തോട് ചേർന്നോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മൂഡ് ചേഞ്ച്. അതാണ് വ്യത്യാസം. 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് മാറത്തില്ല, ദിവസങ്ങളോളം മാറിയിരിക്കും. ആ മൂഡ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പം ആയാലും ഡൗൺ ആയാലും റിവേഴ്സ് വരുന്നില്ല, അങ്ങോട്ടങ്ങ് പോവുക, കൂടി വരിക. ആ അവസ്ഥയാണ് മൂഡ്. ഇത് നമ്മളൊരു സാധാരണ മൂഡ് ചേഞ്ചിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ല, ആ സാധാരണ മൂഡ് ചേഞ്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സന്ദർഭോചിതമായി വികാരം വരുന്നത്. ഇതല്ല. ഇതാ നമ്മുടെ ഈ അഡൽട്ട് ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് ആയിക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വണ്ണം ഉള്ള പ്രശ്നത്തിലേക്ക് മാറുക. അതല്ലേ ഇപ്പം നമ്മൾ സാധാരണ മൂഡ് ചേഞ്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകത്തില്ലേ. സന്തോഷവും ദുഃഖവും എല്ലാം നമ്മളെ ബാധിക്കുകയും വേണമല്ലോ. സന്ദർഭോചിതമായ വികാരങ്ങൾ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഇതല്ല. അതിനേക്കാളും വളരെ ഇൻറ്റൻസ് ലെവലിൽ അവർ പെരുമാറുക. അവരൊരിക്കലും പതിവിട്ട് പെരുമാറാത്ത ഇൻറ്റൻസ് ലെവലിൽ വരികയും അയാളുടെ മറ്റ് ഏരിയാസ് ഓഫ് ലൈഫിനെ അത് ഇമ്പയർ ചെയ്യുകയും ചെയ്യും. അത് ബുദ്ധിമുട്ടില്ലാക്കും. പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ അയാളുടെ നോർമൽ ഫങ്ഷനിങ്ങിനെല്ലാം താളം തെറ്റുക. ആ താളം തെറ്റി 1-2 ആഴ്ചയോട് സംഗതി പോകുന്നെന്ന് അറിയുമ്പോഴാണ് അതൊരു ഫസ്റ്റ് ഡയഗ്നോസിസ്. പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ താളം തെറ്റൽ വരുമ്പോഴേ നമുക്കറിയാം താളം തെറ്റാൻ പോവാന്ന്. അവർക്ക് ആദ്യ സ്റ്റേജ് അറിയാം എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ഒരു ആദ്യ സ്റ്റേജിൽ അവർക്ക് ഇൻസൈറ്റ് ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ആ സമയത്ത് ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങുന്നില്ലെന്നൊക്കെ പറയും. അത് അവിടെ വെച്ച് അത് ഇൻ്റർവെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം ബാക്കി എല്ലാവർക്കും ഇവർക്ക് സ്പീഡാന്ന് തോന്നുന്നു, അവർക്ക് മാത്രമേ എനിക്കെത്ര കുഴപ്പമെന്ന് ചോദിക്കും. മാനിക് സ്റ്റേജിലുള്ളവർ ഉറങ്ങിയില്ലെങ്കിൽ ഒരു ക്ഷീണവും ഇല്ല. അപ്പം ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം വരും, അവർക്ക് ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം വരത്തില്ല. അവർക്ക് ആ ക്ഷീണമില്ല. അതാണ് ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ അവർക്ക് ക്ഷീണമില്ല, ടയർഡല്ല. അവരെന്തോ വേണമെങ്കിൽ എക്സ്പോസ്റ്റ് ചെയ്യും, എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യും, എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കും, എത്ര നേരം നിർത്താതെ സംസാരിക്കും, അവർ ടയർഡാകത്തേ ഇല്ല. അതാണ് ഉന്മാദത്തിൻ്റെ ലക്ഷണം. എന്നാൽ നേരെ വിഷാദം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് പിന്നെ വെറും 2-3 ആഴ്ച കൊണ്ട് അവരെല്ലാം നോർമൽ. എത്ര വയലന്റ് ഉള്ളവരും 2 ആഴ്ച കൊണ്ട് നോർമലാണ്. അതല്ല, അത് മൂഡ് ഡിസോർഡറിനേക്കാൾ കൂടുതലും സ്കിസോഫ്രീനി. ഇപ്പം ഞാൻ പറയാൻ പിന്നെ സെൽഫ് ടോക്ക്, സെൽഫ് ലാഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഈ ചില ഇമാജിനേഷൻ ഒക്കെ കൂടി ആ ലെവലിലല്ല പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻസൈറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലകാല ബോധം അല്ലെങ്കിൽ സാമാന്യ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതെല്ലാവർക്കും ഈ ചെറിയ ലൈറ്റ് ലെവലിൽ കാണും. ആ ലൈറ്റ് ലെവലിനല്ല, ഒരു ഡിസീസ് എന്ന് പറയുന്നത് എപ്പോഴാണ് അത് ഒരു പരിധി വിട്ടിട്ട് അതിന്റെ ഫങ്ഷനെ മൊത്തം ബാധിക്കുമ്പോഴാണ്. അപ്പം ഈ സ്കിസോഫ്രീനിയയുടെ ഏറ്റവും വലിയ സിംറ്റം ഹാലൂസിനേഷൻ ആൻഡ് ഡിലൂഷനാണ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സെൻസേഷൻ അവർക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം ഇപ്പം സിസ്റ്റർ ഇവിടെ ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, കണ്ണുകൊണ്ട് അല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. തോന്നലല്ല, ദേ ക്യാൻ സീ എ പേഴ്സൺ വിത്തൗട്ട് ദാറ്റ് പേഴ്സൺ. അതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഇല്ലാത്ത മണം അവർക്ക് അനുഭവിക്കാം. ഇപ്പോൾ ഇവിടെ റോസാപ്പൂ ഉണ്ട്, നമുക്കാർക്കും റോസാപ്പൂ കാണത്തില്ല, പക്ഷെ അവർ പറയും റോസാപ്പൂവിൻ്റെ ഏത് മണമാണെന്ന് ഏത് ഓർഡറാണെന്ന് അവർക്ക് പറയാൻ പറ്റും. സിസ്റ്റർ ഇട്ടേക്കുന്ന ഡ്രസ്സ് പറയാൻ പറ്റും. കാണുമല്ല, കറുത്ത പുള്ളിയുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം ആക്ച്വലി എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ തന്നെ അവർക്ക് കാണാൻ പറ്റും. ഇല്ലാത്ത ശബ്ദം കേൾക്കാൻ പറ്റും. അവർ ചെവിയിലെത്താണ്ട് എന്നോട് പറയുന്നു, നീ ശ്രദ്ധി പോയി ചാവടാ എന്ന് പറയുന്ന അവർ കേൾക്കുക, അല്ല തോന്നുമല്ല. തോന്നലും കേൾവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം മേക്ക് ഷുവർ ആക്കേണ്ട തോന്നലല്ല, തോന്നലും അല്ല ഹാലൂസിനേഷൻ. കേൾക്കുക, കാണുക, ശരീരത്തോട് ശരീരത്തിൽ ഇതുണ്ട്. എൻ്റെ ദേഹത്ത് തവള ഇരിക്കുന്നു, നമ്മൾ ആരും തവളയില്ല, പക്ഷെ ഇതാണ് എൻ്റെ ദേഹത്തോട് എഴഞ്ഞു കാണുന്നില്ലയോ എന്ന് പറയുമ്പോൾ അവരായി എഴച്ചിൽ അനുഭവിക്കാൻ പറ്റും അവർക്ക്. ഒരാൾ അബ്നോർമലായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ
അവർക്കത് നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ കാണുന്ന കാര്യം അനുഭവിക്കുന്ന കാര്യം ഇല്ല നമ്മൾ പറഞ്ഞാൽ അവർ ബോധ്യപ്പെടും. അവര് കാണുന്നതാണ്. അവരെന്റെ നെഞ്ചത്ത് കയറി ഒരുത്തിരിക്കുന്നു, വാളും കൊണ്ട് ഇവിടെ നിൽക്കുന്നു. വാളും കൊണ്ട് നിൽക്കുന്ന ആളിന്റെ ഡ്രസ്സും കാര്യവും എല്ലാം പറയുന്നുണ്ട്. വാൾ കൊണ്ട് നിൽക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വാളില്ലെന്ന് പറഞ്ഞാൽ അവരപ്പം വാളുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീതിയിലേക്കോ ഓടിപ്പാനോ ഉള്ള ലെവലിലേക്ക് അവർ ബിഹേവ് ചെയ്യുന്നത്. കാരണം വാളുകൊണ്ട് അവരെ വെട്ടാൻ വരുമ്പോൾ ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെ ചിലർക്ക് ഉണ്ടാകാം, ഹലുസിനേഷൻ വരാം. അവിടെ ഉണ്ട്, കാണാം. ഞാൻ പറഞ്ഞ തോന്നലല്ല, ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. തോന്നലല്ല, സെൻസേഷനാണ്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടാകും. കണ്ണില്, ചെവിയില്, രുചി, ടച്ച്, അതുപോലെ തന്നെ മണം. ഇതും അവർക്ക് നമ്മൾ ആക്ച്വലി ഉള്ളതുപോലെ അനുഭവിക്കാൻ പറ്റും. ഈ മരിച്ചു പോയവരെ ഞാനിപ്പം കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. ആളില്ലാത്ത ആളിനെ സ്വപ്നത്തിൽ കാണുന്നതല്ല, ഇത് കോൺഷ്യസ് ആയിട്ട്. ഈ സ്വപ്നത്തിൽ കാണുന്ന വ്യത്യാസമാണ്. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഒരാൾ സ്വപ്നത്തിൽ കാണുന്നത് ബോധം വരുമ്പോഴത്തേക്ക് മറക്കും. ഇതല്ല, കോൺഷ്യസ് ആയിട്ടിരുന്ന് അവർക്ക് അനുഭവിക്കാൻ പറ്റും. ആ അവസ്ഥയിൽ നമ്മൾ എത്ര വേദം ഓതിക്കൊണ്ട് കാര്യമുണ്ടോ? കാരണം അവർക്കത് അനുഭവമാണ്. അനുഭവമുള്ള കാര്യം അവരുടെ ബ്രെയിൻ അതിനെ ശരിയായിട്ട് കാണുക. അപ്പം പിന്നെ അതില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലോ നമ്മൾ പറഞ്ഞാലോ നിൽക്കില്ല. അപ്പം ആളിനോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. ആളിനെ എന്ത് ചെയ്യണം? ആ അവസ്ഥയിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലേ പറ്റും. മറ്റൊന്ന് ഡിലൂഷൻ. ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് ഡിഫക്റ്റാണ്. ഇത് ഞാൻ സെൻസേഷൻ ഡിഫക്റ്റാണ് പറഞ്ഞത്. മറ്റേത് തിങ്കിങ് ഡിഫക്റ്റാണ്. തിങ്കിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം, ഒക്കാത്ത കാര്യം ഞാൻ ചിന്തിക്കുന്നത് സിസ്റ്റം മനസ്സിലാക്കുന്നു, എൻ്റെ ചിന്ത പിടിച്ചെടുക്കുന്നു. ഞാൻ ചിന്തിക്കുന്ന ഒരാൾ ലൗഡായിട്ട് സംസാരിക്കുന്നു. ഇവർ ചിന്തിക്കുന്ന ഇപ്പം അങ്ങനെ ഒരാൾക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന എല്ലാം ഒരാൾ വിളിച്ചു പറയുന്നത് അവർക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എന്തൊരു അസ്വസ്ഥയാണ്. അവർ ചിന്തിക്കുന്ന എനിക്കറിയാം. മനസ്സിലായി? ഈ അവസ്ഥയിലേക്ക് പോകും. അതിനെയാണ് ഡിലൂഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം, സംഭവമല്ലാത്ത കാര്യം എന്ത് ചെയ്യുന്നു? അവർ ആക്ച്വലായിട്ട് അവർക്ക് സംഭവിക്കാത്തില്ലെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല, സംഭവിക്കുന്നു. അപ്പോൾ അവിടെയാണ് റിയാലിറ്റിയിൽ അത് ചെക്ക് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇതാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രധാന. സൈക്കോസിസ് വരുമ്പോൾ ഇത് 2 സിംറ്റം ഉണ്ടാകും. ഇതാണ് മനോരോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻസൈറ്റിക്കും ഡിപ്രഷനും ഫോബിയയ്ക്കൊന്നും അതില്ല. പക്ഷേ സൈക്കോസിസ് ലെവലിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ പിന്നെ ഡിസോറിയന്റേഷനും സൈലന്റ് ആയിട്ട് എവിടെയും കുത്തിയിരിക്കുക. ചിലത് കണ്ടിട്ടില്ലേ റോഡില് ഇല്ല പ്രതിമ പോലെ മണിക്കൂർ കണക്കിന് നിൽക്കുന്നത് ഒറ്റ. അത് സ്റ്റൂപ്പർ എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ചലിക്കാതെ ഒറ്റ ബിംബ നിൽക്കുന്ന പോലെ വേണമെങ്കിൽ 1-2 മണിക്കൂർ ഒറ്റ നിപ്പ് നിൽക്കും. ഒരു കണ്ണ് സൂര്യനെയൊക്കെ നോക്കി നിൽക്കും. അതൊക്കെ സ്കിസോഫ്രീനിയയുടെ ഇല്ല, അവർക്ക് അപ്പം ഒന്നും അനുഭവപ്പെടത്തില്ല. അത് അത്രയും സീരിയസ് അല്ല. മുടി പറിക്കുന്നത് ഒരു ചെറിയ പ്രശ്നമാണ്. കൈ മുറിക്കുക എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അല്ല. മുന്നോട്ടൊക്കെ പോവാം. ഇതുപോലെ തന്നെ ഇവര് ശരീരത്തില് മുറിവ് ഈ മത്തി വരയുന്ന പോലെ ചാവാനൊന്നും അല്ലാതെ വരയുന്നവരുണ്ട്. അത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ ഈ മത്തി ഇന്ന് രാവിലെ എനിക്കൊരു കൊച്ചിനെ കണ്ടു മൊത്തം കൈ അങ്ങ് മുറിച്ചു. എന്ന് പറഞ്ഞാൽ ചാവാനുള്ള മുറിയല്ല, ചുമ്മാ ഇല്ല മുറിക്കുക. അങ്ങനെ ദേഹത്ത് മുറി വരുമ്പോൾ ചോര വരുമ്പോൾ അവർക്കൊരാശ്വാസം കിട്ടും. മനസ്സിൻ്റെ പെയിൻ അവർ റിലീസ് ചെയ്യുന്നത് ശരീരത്തെ വേദന. ഈ ചാവാൻ വേണ്ടിയുള്ള അതല്ല, കാരണം ചാവാനുള്ള മുറിയല്ല. മറ്റേന്ന് പറഞ്ഞാൽ ഞരമ്പ് മുറിക്കുകയോ കഴുത്തിലിടുകയോ ചാവാൻ വേണ്ടിയുള്ള മുറി ഈ ദേഹത്തിന് വേദന ഉണ്ടാക്കിയിട്ട് ആശ്വാസത്തിന് വേണ്ടിയുള്ള മുറിയും രണ്ടും രണ്ടാണ്. ഒന്ന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതേസമയം സൂയിസൈഡൽ ഐഡിയേഷൻ, ഡിപ്രഷനോ ചിലപ്പോൾ ഈ പാരനോയിഡ് ഐഡിയ ഒക്കെ ഉള്ളവർക്ക് വരും. അവർക്ക് ആ വേദന അപ്പം അവർക്ക് എൻജോയ് ചെയ്യുക, അവർ ആശ്വസിക്കുക. ഇല്ല, മനസ്സിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടി ശരീരം കാണിക്കുന്നൊരു പണിയാണ്. മറ്റേ ചാവലല്ല, ഈ സൂയിസൈഡ് ഉണ്ട സീരിയസ് വരയ്ക്കുക, മുറിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൊച്ചു കഴിഞ്ഞ ദിവസം ഒരു സ്പാനർ എടുത്ത് മുട്ടിനങ്ങ് അടിച്ച് 1 മണിക്കൂർ മുട്ടിനെ അടിച്ച് മുട്ട അവസാനം നീരും വന്ന് മുട്ട്. പക്ഷെ അവക്ക് പെയിൻ ഇല്ല, കാരണം അവക്കിത് അടിക്കുന്നതോറും പെരുത്ത് വരുമ്പോൾ അവിടെ മനസ്സിൻ്റെ സ്ട്രെസ് അനുഭവിക്കാൻ അവിടെ നല്ല ആശ്വാസമാണെന്നാണ് പറയുന്നത്. ഇപ്പം സോഷ്യൽ വിട്രോവൽ സ്കിസോഫ്രീനിയയുടെ ഒരു പ്രധാന സെഷൻ. എന്നാൽ ആളുകളോട് കഴിവതും ഇടപെടാൻ. പിന്നെ വ്യക്തിബന്ധം നമുക്ക് അവരോട് റാപ്പോ സ്ഥാപിക്കാൻ പറ്റില്ല.
മൂഡ് ഡിസോർഡർ ഉള്ളവർ ശരിയായി കഴിയുമ്പോൾ മറ്റേ, പക്ഷേ സ്കിസോഫ്രീനിയ ഉള്ള പലരും, സ്കിസോഫ്രീനിയയിൽ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ചിലർക്ക് പാരനോയിഡ് സ്കിസോഫ്രീനിയ ഉണ്ട്, അവർക്ക് മറ്റൊരു കുഴപ്പമില്ല, ആകെ സംശയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലൊരു ശബ്ദം രാത്രി കേട്ടാൽ അത് അത് അവളെ കാണാൻ തന്നെ അവൻ്റെ കാമുകം അത് ഇല അനങ്ങിയാൽ മതി, കാമുകം അത് വന്നു, അത് അവന് അകത്ത് കയറി. ഇതാണ് പാരനോയിഡ് സ്കിസോ. പാരനോയിഡ് ഡിലൂഷൻ ഉണ്ട്, അവർക്ക് ഈ അത്രയുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, നീ മിറ്റം കതവ് തുറന്നത് അവനെ കാണാനാ, നീ ഒരുങ്ങിയത് ഇന്ന് അവനെ കാണിക്കാനാ, അല്ലെ നിങ്ങൾ ഇന്ന് ഒരുങ്ങിപ്പോയത്, ഇന്ന് ചുട്ടപ്പനായി പോകുന്നത് അവളെ കാണിക്കാനാ. ഇങ്ങനെ ഈ ആള് മിണ്ടാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, ചിരിച്ചാ പ്രശ്നം, ഇന്ന് സന്തോഷം, ഇന്ന് ഒരു ദിവസം സംശയം പറഞ്ഞിരുന്ന് ഞാൻ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പറയും ഇന്ന് കാണാത്തതിന്റെ വിഷമത്തില്ല ഒതുങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, എത്ര ഒതുങ്ങിയാലും എന്തോ ചെയ്യും അവരെ വെക്കും. ഇതൊക്കെ അപ്പം ഇതൊന്നും അവർ ബാക്കി എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും, അഞ്ചൊക്കെ ശമ്പളം വാങ്ങിക്കുന്നവരായിരിക്കും, പ്രൊഫസർമാരായിരിക്കും, സ്കൂൾ ടീച്ചറായിരിക്കും, എല്ലാം നോർമലായിരിക്കും. ഈ പാരനോയിഡ് ഡിലൂഷൻ ഉള്ളവർക്ക് ഈ ഡിലൂഷൻ തിങ്കിങ് അല്ലാതെ വേറെ ഒരു പ്രശ്നവും അവർക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിലും അവർ കുക്ക് ചെയ്യും, ഒരുങ്ങും, ജോലി ചെയ്യും, മറ്റെല്ലാ കാര്യം ചെയ്യും, ശമ്പളവും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഈ സംശയത്തിന് മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. അതാണ് പാരനോയിയ അഥവാ സംശയരോഗം എന്ന് പറയുന്നത്, ഡിലൂഷൻ ഡിസോർഡർ. അതൊക്കെ ട്രീറ്റ് ചെയ്യാം, അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ റിസൾട്ട്. പക്ഷേ ഇവരെ ട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ്. കാരണം അവർ വിശ്വസിക്കുന്ന എനിക്കല്ല പ്രശ്നം മറ്റേയാക്കാന്നാണ്. അപ്പം അവർ ഒരിക്കലും അതൊരു വലിയ ചലഞ്ചാണ് ഇവരെ. പിന്നെ ഞാൻ പറയും നമുക്കൊരു 2 ആഴ്ച നോക്കാം, ഒന്നും സംഭവിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളോട് വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാൻ സാറ് പറഞ്ഞാൽ 2 ആഴ്ച കഴിയും, 2-3 ആഴ്ച കഴിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് കുറയും. ഇപ്പം അങ്ങനെ തോന്നുന്നൊന്നുമില്ല. അപ്പം നമ്മൾ ആകെ ഒരു ഗുളിക കഴിച്ചതേ ഉള്ളൂ, ഇതൊക്കെ മാറി. അപ്പോൾ പുള്ളിക്കല്ല പ്രശ്നം, നമ്മുടെ തലച്ചോറിനകത്തായിരുന്നു എന്ന് പിന്നെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്ത് മെഡിസിൻ എടുപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ്. ഇവർ മിക്കവാറും ചികിത്സ കണ്ടിന്യൂ ചെയ്യത്തുമില്ല, ഒന്ന് കുറയുമ്പോൾ അങ്ങ് നിർത്തും, പിന്നെ 2 മാസം കഴിയുമ്പോൾ തുടങ്ങും. ഇങ്ങനെ വലിയ പ്രശ്നമാണ്. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. കാരണം ഇവരോട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ശ്വാസം വിടാൻ സമ്മതിക്കത്തില്ല, തൊട്ടതും പിടിച്ചതും എല്ലാം സംശയം പറയും. നമ്മളൊരാളെ സംശയിക്കുന്നത് തെറ്റായ പെരുമാറ്റമോ ജീവിതം കണ്ടിട്ടാണ് സംശയം തുടങ്ങുന്നത്. ഒരു തെറ്റായ പെരുമാറ്റം, തെറ്റായ എന്ന് പറഞ്ഞാൽ ആർക്കും കണ്ട തെറ്റാ, ഒരു ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ പ്രവൃത്തി കണ്ടു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ കണ്ടു, അത് എന്തായാലും ആർക്ക് കണ്ടാലും ശരിയല്ലെന്ന് തോന്നുന്ന കാര്യം. ഇത് ശരിയല്ലാത്ത കാര്യങ്ങളിൽ നല്ല സംശയം തുടങ്ങുന്നത്. നോർമൽ കാര്യങ്ങളെ സംശയിക്കുക. ഇപ്പം നമ്മൾ പള്ളിയിൽ നിന്നപ്പോൾ നിങ്ങൾ വലത്തോട്ട് നോക്കി, അപ്പം നിങ്ങൾ എന്തിനാ വലത്തോട്ട് നോക്കി? അല്ലെങ്കിൽ നിങ്ങൾ ഇന്നെന്താ ഒരുങ്ങിയത്? അവൻ ഇറങ്ങിയപ്പം പുറകിൽ കൂടെ നീ എന്തിനാ ഇറങ്ങിയത്? അപ്പോൾ നീ ആ വലത്തോട്ടുള്ള ജനൽ എന്തിനാ തുറന്നത്? മിറ്റത്ത് തൂത്തപ്പം മറ്റവരവിടെ ഇറങ്ങി, അപ്പം അവനെ കാണിക്കാനാണ് നീ മിറ്റത്തിറങ്ങിയത്, മനസ്സിലായി? ജനൽ തുറന്ന് അവരെ കാണാനാ. എന്ന് പറഞ്ഞാൽ ജനല് തുറക്കുമോ, മിറ്റത്തിറങ്ങിയതോ, തൂത്തതോ, ഒരുങ്ങിയതോ, റോഡിൽ പോയതോ, പള്ളിയിൽ നിന്നപ്പോൾ വലത്തോട്ട് നോക്കിയതോ, പള്ളിയിൽ ഇറങ്ങിയപ്പോൾ ഒരാളുടെ പുറകിൽ ഇറങ്ങിയതോ ഒന്നും മിസ്ബിഹേവിയർ അല്ല. ഇതാളിനോട് ഇനി ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റുക? മനസ്സിലായി? അതേസമയം നമ്മൾ സാധാരണ മനുഷ്യർക്ക് സംശയം തോന്നിയപ്പോഴാണ് നമ്മൾ സംശയകരമായ ഒരു പെരുമാറ്റം കണ്ടിട്ടാണ് നമ്മൾ സംശയം തുടങ്ങുന്നത്. അത് ആരെ കാണിച്ചാലും ഈ കാണിച്ചത് ശരിയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതല്ല, നോർമൽ പെരുമാറ്റങ്ങളാണ്. അവൻ നോക്കി, ചിരിച്ചു, ഒരുങ്ങി, മുറ്റത്തിറങ്ങി, ഇങ്ങനെ നോക്കി, ഇതൊന്നും നോർമൽ പെരുമാറ്റങ്ങൾ. ഈ നോർമൽ പെരുമാറ്റങ്ങളെ സംശയിക്കുന്നതാണ് രോഗം. മറ്റേ നമുക്ക് സംശയം വരുന്നത് സംശയകരമായ ഒരു കാര്യത്തെയാണ് നമ്മൾ സംശയിക്കാൻ തുടങ്ങുന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി? അപ്പൊ അത് പ്രത്യേകിച്ച് മധ്യവയസ്സിലുള്ള സ്ത്രീകൾക്ക് ഇത് കൂടുതലാണ്. മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഇനി മൂഡ് ചേഞ്ച് വരുമ്പോൾ ഇതുണ്ടാകാനുള്ള സാധ്യത സ്ത്രീകളുടെ മധ്യവയസ്ക്ക് വളരെ കൂടുതൽ. ഇപ്പം ഈ 45-നും ഒരു 55-നും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ നല്ലൊരു ശതമാനത്തിലും പല സ്ട്രഗിൾസും ഉണ്ട്. കാരണം ഈ മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട്, ആർത്തവവിരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഹോർമോണൽ ചേഞ്ചസും പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് പലരുടെയും പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായി? അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾക്കുണ്ടായ ഒരു സ്കിസോഫ്രീനിയ ഒന്നുമല്ല, പക്ഷേ എന്തുവാ ഈ സംശയം ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്.